നമ്മുടെ ഈ പള്ളിയിലത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നത് അത് മ്യൂസിക്കിനനുസരിച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ്. അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് ഒരേ പാട്ടിനനുസരിച്ചിട്ട് ഇതിൻ്റെ ആ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ഈ ഈഗ്ലേസ് പോലെ. അങ്ങനെ 11 മാസമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ആ ലൈറ്റിൻ്റെയും സൗണ്ടിൻ്റെ ഒക്കെ ഗാംഭീര്യത കാരണം പുള്ളിക്കാരത്തിൽ താളം വെച്ച് തുടങ്ങി. നമ്മളിപ്പോൾ കണ്ട ഈ ലൈറ്റിൻ്റെ ഈ വർക്ക് കാണാനായിട്ട് ഒരുപാട് പേര് ഒരുപാട് ദൂരത്തു നിന്ന് ആൾക്കാർ വന്നു എന്നാണ് കേട്ടത്. അവിടുത്തെ അതിമനോഹരമായിട്ട് കാഴ്ചകൾ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് പറഞ്ഞാൽ നമ്മുടെ പുത്തൻപള്ളിയിലോട്ടാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അവിടെ ഈ പ്രാവശ്യം പുൽക്കൂട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഒരുപാട് വിഷമിച്ചു ഞങ്ങളെ. നമ്മൾ തൃശ്ശൂരുള്ള ലൂർദ് പള്ളിയിലെത്തി കേട്ടോ. ലൂർദ് പള്ളിയിലത്തെ ഡെക്കറേഷൻ വർക്കുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട പുൽക്കൂട് വെച്ചിട്ടുണ്ടല്ലോ വീടിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് അത്ര കണ്ട് പോരാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ ഫുൾ തെർമോകോളും ആ പ്രാചീനത്വം അത്ര തെളിഞ്ഞ് കാണാനും ഇല്ല. ചുരുക്കി പറയാൻ നമ്മൾ വണ്ടിയിലൊക്കെ വെക്കുന്ന ടേബിളിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ പറയാൻ പറ്റൂ. പിന്നെ പള്ളിയുടെ അകത്തുള്ള ഇതൊരു ഗ്രോട്ടയാണ്, പുൽക്കൂടിൻ്റെ ഒന്നുമല്ല. എന്തായാലും മക്കളും അമ്മയും ആരും മടിച്ചില്ല, എല്ലാവരും ഓടി കളിക്കുകയാണ് അതിനകത്ത്. നമ്മുടെ പുത്തൻപള്ളിയിലത്തെ വെടിക്കെട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഗ്രോട്ടയുടെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. മാതാവിൻ്റെ അവിടുന്ന് വെള്ളം വീഴുന്ന പോലെ ഒരു വർക്കാണ് ചെയ്തേക്കുന്നത്. എൻ്റെ മോൾക്ക് നല്ല ഉറക്കം വന്നു തുടങ്ങി. കാരണം സമയം 12 മണിയായല്ലോ. വാ, സൂപ്പറായിട്ട് അടിപൊളി. ആരാണ്? രണ്ടും കുഴപ്പമില്ല. അയ്യോ അയ്യൂനി ഏതൊക്കെ ഡാൻസുകാരി കിച്ച. അയ്യോ കണ്ടുപോയി കണ്ടുപോയി കണ്ടുപോയി. മക്കൾക്കൊക്കെ രാത്രി പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, അതിയായ സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചെറിയൊരു ലഘു ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയത് പറഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള cherpu പള്ളിയിലോട്ടാണ്. ഞങ്ങൾ ഈ പള്ളിയിലെത്തിയതും ഉണ്ണീശ ജനിച്ചതും ഒരേ സമയത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ണീശൻ്റെ ജനനവും പിന്നെ അതിൻ്റെ കർമ്മങ്ങളും എല്ലാം കാണാനായിട്ട് സാധിച്ചു. മാല ബൾബ് കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ എൻ്റെ മോന് കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അവിടെ വെച്ചൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു.
അങ്ങനെ പിന്നീട് ഞങ്ങൾ പോയത് നമ്മുടെ അവസാനത്തെ ലൊക്കേഷനായ 11ാമത്തെ സ്ഥലം കേട്ടോ. അതായത് നമ്മുടെ പൂച്ചിനിപ്പാടം പള്ളി. അത് വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള പൂച്ചിനിപ്പാടം പള്ളിയിലോട്ടാണ് ഞങ്ങൾ പോയത്. ഇത് ലാസ്റ്റ് ലൊക്കേഷൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം ഒരുപാടായി, പിന്നെ ഫാമിലി ഉണ്ട് കൂടെ, പിന്നെ കൊറോണയുടെ സാഹചര്യത്തിൽ മറ്റുള്ളവർക്കൊക്കെ എന്തായിരിക്കുമെന്ന് അതും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ദൂരേക്കുള്ള യാത്രകൾ ഒഴിവാക്കി. അപ്പോൾ ഇത് ഞങ്ങൾ ലാസ്റ്റ് ലൊക്കേഷനായിട്ട് ഞങ്ങൾ കണക്കാക്കി. ഇവിടെ മഞ്ഞുമലയ്ക്ക് തുല്യമായിട്ട് ഒരു കവാടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ കുറേ മരങ്ങളിൽ മഞ്ഞിൻ്റെ പ്രതീതിയാണ്, മഞ്ഞാണ് തീമെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ കാഴ്ചകളാണ് കാണാൻ സാധിച്ചത്. ഇത് നമ്മുടെ ബോട്ടിൻ്റെ ഒരു സാങ്കല്പിക രൂപമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് കയറുന്ന നേരത്തേക്ക് മനസ്സിലായില്ല, ഇത് ബോട്ടിൻ്റെ ആകൃതിയായിരുന്നു. പിന്നീട് ഭാര്യ പറയുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്, നമ്മളിപ്പോൾ ബോട്ടിനുള്ളിൽ കയറി വന്ന ഒരു പ്രതീതിയുണ്ട്. പക്ഷേ എനിക്കത് അപ്പം അറിഞ്ഞിരുന്നില്ല, പക്ഷേ പിന്നീട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒരു മഞ്ഞുമല, അതിന് മുകളിൽ ഒരു കൊട്ടാരത്തിനോട് ജനക്ക് ഒരു പീരിങ്ങയും കാര്യങ്ങളും. ലൈറ്റ് തീരെ കുറവായിരുന്നു കേട്ടോ അവിടെ. ഇതിൻ്റെ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിൻ്റെ ഒരു സാങ്കല്പിക രൂപം, എക്സാക്ട് രൂപം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കടലാസിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. നമ്മുടെ പുൽക്കൂട്ടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് നമ്മുടെ സ്റ്റാർസ്, നക്ഷത്രം കാണാൻ സാധിച്ചിട്ടോ. മഞ്ഞ് കൊണ്ടുള്ള നക്ഷത്രം, പ്ലൈവുഡ് കൊണ്ടുള്ള നക്ഷത്രം, മറ്റേ LED കൊണ്ടുള്ള നക്ഷത്രം, പിന്നെ പൂക്കൾ കൊണ്ടുള്ള നക്ഷത്രം, ഒരുപാട് ടൈപ്പുകളുള്ള നക്ഷത്രങ്ങൾ കാണാൻ സാധിച്ചു.